ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസിൻ്റെയാണ്. അപ്പം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള 10 മാർക്ക് നേടാൻ പറ്റിയൊരു പോർഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിലെ ഒരു ഭാഗമാണ് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കതിലെ ചെറിയ ഇക്വേഷൻസ് ഒക്കെ നോക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. നമ്മൾ ഈ ഒരു സർക്കിൾ ഓർമ്മ വെച്ചേക്കണം. സർക്കിളിൻ്റെ മുകളിൽ ഡിയും രണ്ട് സൈഡിലായിട്ട് എസ് ടി. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോന്നും കാണുന്നത് ഓരോന്നിൻ്റെ ഇക്വേഷൻ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ അത് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് ആ സർക്കിൾ നോക്കിയാൽ അറിയാം. അതുപോലെ ടൈം ആണെങ്കിലോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിലെ ഇക്വേഷൻസ്. ഇതാണ് പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസ് 4 ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള പ്രോബ്ലം വരാം, സ്പീഡ് സെയിം ആയിട്ടുള്ള പ്രോബ്ലം വരാം, ടൈം സെയിം ആയിട്ടുള്ള പ്രോബ്ലം വരാം, ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം വരാം. അപ്പം നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒന്നാണ്, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ ആൻസറിനോട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആൻസറിനോട് 18 ഡിവൈഡഡ് ബൈ 5, അതായത് മുകളിലത്തെ 5/8നെ ഓപ്പോസിറ്റ് ചെയ്താണ് 18 ഡിവൈഡ് ബൈ 5. അതുപോലെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ മിനിറ്റ് ആക്കാൻ വേണ്ടി 50 ഡിവൈഡ് ബൈ 3. അതുപോലെ മീറ്റർ പെർ ഹവറിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ വേണ്ടി 3/50. ഈ താഴത്തെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മുകളിലത്തെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ 2 ഡിഫറെൻറ്റ് സ്പീഡും തന്നിട്ടുണ്ട്. സെയിം ഡിസ്റ്റൻസ് 2 ഡിഫറെൻറ്റ് സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി. അതുപോലെ സെയിം ഡിസ്റ്റൻസും 3 ഡിഫറെൻറ്റ് സ്പീഡും ആണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ 3abc ഡിവൈഡ് ബൈ ab പ്ലസ് bc പ്ലസ് ac. പിന്നെ റിക്വയർഡ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് സ്പീഡ് ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. ഈ ഇക്വേഷൻസ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ഇതൊന്ന് മറിച്ച് നോക്കിയിട്ട് എക്സാം ഹാളിൽ കയറുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, കാണാതെ പഠിക്കുക. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഇക്വേഷനൊന്നുമല്ല. സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഡും ആണെങ്കിൽ 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി. അതുപോലെ തന്നെ 3abc ഡിവൈഡ് ബൈ ab പ്ലസ് bc പ്ലസ് ac. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, എ ആൻഡ് ബി ആർ 2 cities. എ മാൻ ട്രാവൽ ഫ്രം എ ടു ബി അറ്റ് എ സ്പീഡ് 15 km/h and return back at the rate of 10 km/h. Find his average speed for the whole journey. എന്താണ് പറഞ്ഞേക്കുന്നത്? എയും ബിയും 2 സിറ്റികളാണ്. അപ്പോൾ ഒരാൾ എയിൽ നിന്ന്, എ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ബിയിലോട്ട് 15 km/h സ്പീഡിൽ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾ തിരിച്ച് 10 km/h യാത്ര ചെയ്യുന്നു. എങ്ങനെയാണ് അയാളുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് ബി. ഈ 2ab, എ എന്താണ്, ബി എന്താണ്? ആദ്യത്തെ സ്പീഡ് എത്രയാണ്? 15ഉം രണ്ടാമത്തെ സ്പീഡ് 10ഉം. അപ്പോൾ ആ എയ്ക്കും ബിക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12 km/h. എല്ലാവരും ചെയ്തു നോക്കണം, കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, എ ബോയ് ഇൻക്രീസസ് ഹിസ് സ്പീഡ് 9/5 times ഓഫ് ഹിസ് ഒറിജിനൽ സ്പീഡ്. ബൈ ദിസ് ഹി റീച്ചസ് ഹിസ് സ്കൂൾ 30 minutes ബിഫോർ ദ യൂഷ്വൽ ടൈം. ഹൗ മച്ച് ടൈം ഡസ് ഹി ടേക്സ് യൂഷ്വലി? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡി ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ കാണുക? എസ് ഇൻറ്റു ടി, അതായത് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ നമുക്ക് ഡി എത്രയാണ്? S1 ഇൻറ്റു T1 എന്നാക്കാം. അപ്പോൾ D2 കാണുന്നത് S2 ഇൻറ്റു T2. അപ്പോൾ നമുക്ക് ആദ്യത്തെ
എസ് ഇൻറ്റു ടി അതുപോലെ എഴുതുക. രണ്ടാമത്തെ ഇതെങ്ങനെ കാണുക, സ്പീഡ് എത്രയായിരിക്കും? 9/5 ടൈംസ് ഓഫ് ഹിസ് ഒറിജിനൽ സ്പീഡ്. അപ്പോൾ എത്രയാണ്? 9/5 ഇൻറ്റു എസ്. T2 എത്രയാണ്? അപ്പോൾ 30 മിനിറ്റ് മുന്നേ എത്തേണ്ടതാണ്. അപ്പോൾ T-30. അപ്പോൾ ടൈമും കിട്ടിയല്ലോ. മനസ്സിലായെന്ന് തോന്നുന്നു. ആദ്യത്തെ സ്പീഡിനേക്കാളും 9/5 ടൈംസ് ആണ് രണ്ടാമത്തെ സ്പീഡ്. അതുപോലെ ടൈം എത്രയാണ്? 30 മിനിറ്റ് മുന്നേ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ എത്തുമെന്ന് പറഞ്ഞാൽ ടീനെ രണ്ടാമത്തെ ടൈം എത്രയായിരിക്കും? T-30. അപ്പോൾ അത് നമ്മൾ ഇതാക്കി പോകുമ്പോൾ എസും എസും ക്യാൻസൽ ആവും. അപ്പോൾ T = ഈ 5 ഇപ്പുറത്തോട്ട് വന്ന് 5T = 90 - 270 എന്നാവും. 270 = 40 എന്നാവും. അതിൽ നിന്ന് T കണ്ടുപിടിക്കാൻ 270 / 4 T = 67.5 മിനിറ്റ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ ഇടുക, പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Manu is walked over a bridge that 1,800 meter long in 6 minutes. Then the speed of Manu in km/h. എന്താ പറഞ്ഞേക്കണേ? മനു ഒരു പാലത്തിലൂടെ നടന്നു പോകുന്നത് എത്ര? 1800 മീറ്റർ നീളമുള്ള ഒരു പാലത്തിലൂടെ 6 മിനിറ്റ് കൊണ്ട് നടന്നു പോകുന്നു. അപ്പോൾ മനുവിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്കറിയാം. ഡി എത്രയാണ്? 1800 മീറ്റർ. T 6 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ്. അപ്പോൾ 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 × 60. അപ്പോൾ 360 സെക്കൻഡ്. അപ്പോൾ എസ് കണ്ടുപിടിക്കാമല്ലോ. 1800 / 360. അപ്പം മീറ്റർ/സെക്കൻഡിലോട്ടാണ് കിട്ടുക. നമ്മൾ ആദ്യം പഠിച്ചല്ലോ മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ആൻസർ km/hലായിരിക്കും കേട്ടോ തന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് 18 / 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 18 km/h എന്ന് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. എ കാർ മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h in a 12 minutes. Find the distance traveled by the car. ഒരു കാറ് ട്രാവൽ ചെയ്യുന്നത് എന്ന സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ആണ്. ടൈം എത്രയാണ്? 12 മിനിറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ വേഗം എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം. എസ് തന്നിട്ടുണ്ട് 50 km/h. T 12 മിനിറ്റ്. 12നെ ഹവറിലോട്ടാക്കാൻ 12/16 ചെയ്തു. അപ്പോൾ D = 50 × 12/16, that is equal to 10 km. ഓക്കെ, നെക്സ്റ്റ് വൺ. A man walking at a speed of 10 km/h. After every kilometer, he take a rest of 5 minutes. How much time will he take to cover distance of 5 km? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരാൾ 10 km/h സ്പീഡിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ കിലോമീറ്ററിലും അയാൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എത്ര ടൈം എടുക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 മണിക്കൂറിനുള്ളിൽ 10 കിലോമീറ്റർ പോകും. അപ്പോൾ 5 കിലോമീറ്റർ പോകാൻ എത്ര വേണം? 1 മണിക്കൂറിൻ്റെ പകുതി, അതായത് 30 മിനിറ്റ്. 30 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ പോവാം. എന്നാൽ എന്താണ് അയാൾ അവിടെ സംഭവിക്കുന്നത്? അയാൾ 5 മിനിറ്റ്, ഓരോ കിലോമീറ്ററിലും 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞ് അയാൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റായി. രണ്ടാമത്തെ കിലോമീറ്റർ ആകുമ്പോൾ 5 മിനിറ്റ്, മൂന്നാമത്തെ കിലോമീറ്റർ ആകുമ്പോൾ 5 മിനിറ്റ്, നാലാമത്തെ കിലോമീറ്റർ ആകുമ്പോൾ 5 മിനിറ്റ്. അങ്ങനെ 5 കിലോമീറ്റർ വരെ 4 ടൈം അയാൾ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 4 × 5 = 20 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നു. അപ്പോൾ 30 മിനിറ്റ് പ്ലസ് 20, അങ്ങനെ ആൻസർ എത്ര കിട്ടും? 50 മിനിറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h can complete a journey in 9 hours. How long will it take to travel the same distance at 60 km/h? അതായത് കാറ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. അതായത് S = 40 km/h നമ്മൾ എഴുതി. ഇനി എത്രയാണ്? T എത്രയാണ്? 9 hours.
അപ്പോൾ 60 km/h യാത്ര ചെയ്യുമ്പോൾ അയാൾ എത്ര ഡിസ്റ്റൻസ് എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60 km/h സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ ഡി എന്താ കാണുക? എസ് ഇൻറ്റു ടി ആണെന്നറിയാം. 40 × 9 ആണെങ്കിൽ 360 km ആവും. അപ്പോൾ രണ്ടാമത്തേൽ അയാൾ എടുക്കുന്ന സ്പീഡ് എത്രയാണ്? 60 km/h. അപ്പോൾ ടി = D/S. ഡി എത്രയാണെന്ന് കിട്ടി? 360. അപ്പോൾ 360/60 = 6 hours. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. നെക്സ്റ്റ് വീഡിയോസിൽ സ്പീഡ് കുറയ്ക്കാവുന്നതാണ്. മനസ്സിലാകുന്ന പോലെ ക്ലാസ് എടുത്ത് പോകണം. അല്ലാതെ വെറുതെ നിങ്ങൾ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ട്രാവൽ ഫ്രം എ ടു ബി അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h ഇൻ ഹാഫ് അവർ and from B to C at a speed of 60 km/h in 3/4 hour. Then the average speed of him. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി എത്രയാണ്? 40 × 1/2. ദാറ്റ് ഈസ് ഇക്വൽ ടു 20 km. ഡിസ്റ്റൻസ് ഫ്രം ബി ടു സി ആണെങ്കിൽ 60 × 3/4. ദാറ്റ് ഈസ് ഇക്വൽ ടു 45 km. ടോട്ടൽ ടൈം എത്രയാണ്? 1/2 + 3/4 5/4 hour. അപ്പോഴെന്താ? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ 65 × 4/5. അതായത് 5/4 ഡിവൈഡ് ബൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വ്യുൽക്രമം എന്നൊക്കെ പറയത്തില്ല, അതാണ് 4/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 52 km/h. നെക്സ്റ്റ് വൺ. എ മാൻ ട്രാവൽ ഫ്രം എക്സ് ടു വൈ അറ്റ് എ സ്പീഡ് ഓഫ് 80 km/h. ദ ട്രാവൽ ബാക്ക് ടു x from y at a speed of 60 km/h. Then again he is traveled to y at a speed of 30 km/h. Find the average speed of his total journey. അതായത് ഒരാൾ എക്സിൽ നിന്ന് വൈയിലോട്ട് 80 km/h വേഗതയിലും അയാൾ വൈയിൽ നിന്ന് എക്സിലോട്ട് 60 km/h വേഗതയിലും വീണ്ടും അയാൾ എക്സിൽ നിന്ന് വൈയിലോട്ട് 30 km/h വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴെന്താ? നമ്മൾ ആദ്യം കുറച്ച് ടിപ്സ് പഠിച്ചതിൽ, ഇക്വേഷൻ പഠിച്ചതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ആണ് 3ABC / AB + BC + AC. അപ്പോൾ അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടോട്ടൽ ആൻസർ എത്ര കിട്ടുന്നു? 48 km/h. അപ്പോൾ നെക്സ്റ്റ് വൺ. A man travel at a speed of 3/4 times more than his normal speed. He will arrive at his office at 10 minutes late. What is his normal speed? അതായത് ഒരാൾ 3/4 ടൈംസ് നോർമൽ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഓഫീസിലെത്തുന്ന സമയം എത്രയാണ്? 10 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ അയാളുടെ നോർമൽ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് x/y, ഒരാൾ x/y ടൈമിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ഇക്വേഷനാണ് x / y - x × t. അപ്പം നമ്മൾ x എന്തായിരിക്കും? 3 ആയിരിക്കും. y എന്ന് പറയുന്നത് 4 ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 3/4 - 3 × 10 = 30 minutes. നെക്സ്റ്റ് വൺ. A boy traveled from his home to college at a speed of 24 km/h. Then he is reached the college by 5 minutes late. If he is walked 25% more than his normal speed, then he will reach the college by 4 minutes early. Then find the distance from his home to college. അപ്പം നമ്മളിവിടെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി കുറച്ച് ഇക്വേഷൻ പഠിക്കണം. S1 S2 / S2 - S1 ഇൻറ്റു ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് കാണാൻ കുറച്ച് ടിപ്സ് ഉണ്ട്. ഏർലി ആൻഡ് ഏർലി ആണെങ്കിൽ മൈനസ് ചെയ്യണം, ലേറ്റ് ആൻഡ് ലേറ്റ് ആണെങ്കിലും മൈനസ് ചെയ്യണം, ഏർലി ആൻഡ് ലേറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഏർലി ആൻഡ് ലേറ്റ് ആയതുകൊണ്ട് ടൈം ഡിഫറൻസ് കാണാൻ ആഡ് ചെയ്യണം. 5 + 4 = 9 minutes. S1 തന്നിട്ടുണ്ട് 24 km/h. S2 എത്രയാണ്? 24 + 24 × 25 / 100. അതായത് 25% എന്ന് തന്നില്ലേ, അത് ആദ്യത്തെ സ്പീഡിൻ്റെ 25% എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ S2 അങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ S2 എന്ന് പറഞ്ഞാൽ 30 km/h.
അപ്പോൾ ഡിസ്റ്റൻസിൽ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 18 കിലോമീറ്റർ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻസ് എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം, എങ്കിലാണ് നമുക്ക് ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. ഇത്രയൊക്കെ പറയാനുള്ളൂ.